നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല. ഇപ്പോൾ ഇതുവഴി ആൾക്കാർ ഇപ്പോഴും യൂസ് ചെയ്യുന്ന പാലം തന്നെയാണ്. 12 ഇഞ്ച് വരുമ്പോൾ ഏകദേശം ഒരു 25 ലക്ഷം രൂപ മേളിൽ വരും. അത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അതിലുപരി നമ്മൾ ഈ ഒരു തീർത്ഥാടന പള്ളിയാണ്. പള്ളിക്കകമൊക്കെ കണ്ടു. ഒരു ഓഡിറ്റോറിയം മുഴുവൻ കിട്ടി നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു കടയുടെ സൈഡാണ് നമ്മൾ അന്വേഷിച്ചത്. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകാൻ പോണത് ആറന്മുള സൈഡിലോട്ടാണ് നമ്മൾ പോകാൻ പോണേ. അവിടെ പോയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നേരെ ആറന്മുള കണ്ണാടി ഉണ്ടാക്കുന്ന ആ സ്ഥലത്തേക്കാണ് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്നത്. നമ്മുടെ പ്ലാന് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് വന്നേക്കാം. കാരണം നമ്മൾ പോകുന്ന പോക്കിൽ നല്ല സ്ഥലങ്ങളുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്താണ് പോകുന്നത്. ഇപ്പോൾ നല്ല അന്തരീക്ഷമായിരുന്നു. ആ പെട്ടെന്ന് തന്നെ മഴ പെയ്തു. ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് പന്തളം കൊട്ടാരം. ഇവിടുന്ന് 13 കിലോമീറ്റർ ആയിരുന്നു. അവിടെ നിന്ന് 13 കിലോമീറ്റർ തന്നെയാണ് ആറന്മുള കണ്ണാടി ആ സ്ഥലത്തേക്കുള്ളത്, ആറന്മുള. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ പോയതിന് ശേഷം അങ്ങോട്ട് പോയാൽ നമുക്ക് നാളെ കറങ്ങാനുള്ള സ്ഥലങ്ങൾ നമുക്ക് ഇനി ഇങ്ങോട്ട് തിരിച്ചു വരണ്ട, അല്ലെങ്കിൽ ഇനി നാളെ നമുക്ക് തിരിച്ചു വരേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ പന്തളം കൊട്ടാരം കൂടെ ഇവിടെ നിന്ന് കവർ ചെയ്ത് പോകാനുള്ള ഒരു തീരുമാനമാണ്. നമ്മൾ ഇപ്പോൾ നേരെ പോകാൻ പോകുന്നത് പന്തളം കൊട്ടാരമാണ്. പന്തളം കൊട്ടാരം പോയതിന് ശേഷം അവിടെ നിന്ന് പെട്ടെന്ന് നമ്മൾ ആറന്മുള കണ്ണാടി ഉണ്ടാക്കുന്ന ആ സ്ഥലത്തേക്ക് പോകും. പ്ലാൻ ചിലപ്പോൾ ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും ഇപ്പോൾ ഇങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ മുന്നോട്ട് പോവുകയാണ്. മഴ ചെറിയ രീതിയിലുണ്ട്. നമ്മളെ യാത്രയ്ക്ക് തടസ്സമൊന്നുമല്ല. പുറമെ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. നമ്മളെ യാത്രയ്ക്ക് തടസ്സമൊന്നുമില്ല മഴ പെയ്യുന്നത്. ഇനി നമുക്ക് നേരെ ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ അടുപ്പിച്ചേ ഉള്ളൂ ഇവിടെ പന്തളം കൊട്ടാരത്തേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ അവിടെ പോയിട്ട് നോക്കാം നമുക്ക്. ഈ കാണുന്നതാണ് പന്തളം കൊട്ടാരം. മെയിൻ റോഡിൽ നിന്ന് അല്പം മാത്രം അകത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈ പന്തളം കൊട്ടാരം കാണാൻ കഴിയും. ഇപ്പോൾ ഇത് ക്ലോസ്ഡാണ്. പന്തളം കൊട്ടാരത്തിനോട് ചേർന്ന് തന്നെ ഒരു ക്ഷേത്രവുമുണ്ട്. അപ്പോൾ ഈ പന്തളം കൊട്ടാരം എല്ലാ സമയത്തും ഓപ്പണിംഗ് ആയിരിക്കില്ല കേട്ടോ. നമ്മൾ പന്തളം പാലസ് കാണാനായിട്ട് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഒരു കാര്യം അറിഞ്ഞത്. നവംബർ 17 മുതൽ ജനുവരി 12 വരെയാണ് ഇവിടുത്തെ സീസൺ. ഇവിടെ ഓപ്പൺ ആയിരുന്നു. ഈ പാലസ് അകത്ത് കയറി കാണാൻ സാധിക്കുന്നത്. കാരണം ആ സമയത്താണ് ശബരിമല സീസൺ അല്ലേ. ശബരിമല സീസൺ ആയതുകൊണ്ട് നവംബർ 17 നിങ്ങൾ ശ്രദ്ധിക്കുക, നവംബർ 17 മുതൽ ജനുവരി 12 വരെ മാത്രമേ ഇത് ഓപ്പൺ ആയിട്ട് കാണാൻ പറ്റൂ. പന്തളം പാലസ് ക്ലോസ്ഡാണ്. നമ്മളിനി അടുത്ത് തൂക്കുപാലത്തിലോട്ടാണ് പോകണം. തൂക്കുപാലം എന്താണെന്ന് നമുക്കറിയാം. ഇവിടെ എന്താണ് സംഭവം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് നമ്മൾ ക്ലോസ്ഡാണ്. നവംബർ 17 തൊട്ട് ജനുവരി 12 വരെയാണ് ഇവിടുത്തെ സീസൺ. കൊട്ടാരം തുറന്ന് കാണിക്കത്തുള്ളൂ. സമയം വന്നിട്ട് രാവിലെ 5:30 മുതൽ വൈകിട്ട് 8 മണി വരെ കേട്ടോ. രാവിലെ 5:30 മുതൽ വൈകിട്ട് 8 മണി വരെയാണ് ഇത് എന്തോന്ന് അവിടെ പ്രവർത്തന സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ അടുത്തൊരു തൂക്കുപാലമുണ്ട്, ശിവക്ഷേത്രമുണ്ട്, അങ്ങനെ അമ്പലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ തൂക്കുപാലത്തിലോട്ട് നടന്നേ പോകാൻ പറ്റത്തുള്ളൂ. അവിടെ വണ്ടി വെച്ചിട്ട് ഇത് നമ്മൾ നടക്കുന്ന വഴി, കാറ് പോകുന്ന വഴിയാണെങ്കിലും നടന്ന് അങ്ങോട്ട് ചെല്ലാനാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് തൂക്കുപാലത്തിലോട്ട് പോയി അവിടുത്തെ സെറ്റപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. തൂക്കുപാലം, പന്തളം തൂക്കുപാലമാണ്. ഇപ്പോൾ നല്ല രീതിയിൽ വെള്ളമുണ്ട്, ഒഴുക്കുണ്ട്. ഇപ്പോഴും ആൾക്കാർ ഉപയോഗിക്കുന്ന പാലം തന്നെയാണ്. നമുക്കിപ്പോൾ മഴയാണ്, ഫുള്ള് മഴ, നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല. ഇപ്പോൾ ഇതുവഴി ആൾക്കാർ ഇപ്പോഴും യൂസ് ചെയ്യുന്ന പാലം തന്നെയാണ്.
നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു തൂക്കുപാലമാണ്. ഒരു സമയം 50 പേർക്കാണ് ഇത് കയറാവുള്ളൂ എന്നൊക്കെ അവിടെ നോട്ടീസ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. 50 പേർക്ക് ഒരു സമയം ഇതിൽ കയറാം എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു തൂക്കുപാലമാണ്. പന്തളത്ത് സ്ഥിതി ചെയ്യുന്ന, പന്തളം കൊട്ടാരത്തിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ തൂക്കുപാലം. എന്തിനാണ് പാലം? ഇവിടെ പാലം, തൂക്കുപാലം. അപ്പോൾ നമ്മൾ പന്തളം കൊട്ടാരമാണ് പോയത്. അവിടെ മഴ പെയ്ത് സംഭവം അകത്ത് വെളിയിലോട്ട് ഇറങ്ങി വരുന്നവർ കാണാൻ പറ്റും. പന്തളം കൊട്ടാരം ചെറിയൊരു കൊട്ടാരം. മുന്നേ വന്നപ്പോൾ കണ്ടുപിടിക്കാൻ തന്നെ പാടുപെട്ടു. പറഞ്ഞ വഴികൾ നമുക്ക് തെറ്റിപ്പോയതാണ്, വേറൊന്നുമല്ല. പന്തളം കൊട്ടാരം കണ്ടു. അടച്ചിട്ടിരിക്കുകയാണ്. അത് ഒരു സീസൺ മാത്രമേ തുറക്കൂ. ഏതാണ് അപ്പോൾ ശബരിമല സീസൺ. അതിൻ്റെ ഡേറ്റ് നവംബർ 17 മുതൽ ജനുവരി 12 വരെ. അപ്പോഴേ മാത്രമേ നമുക്ക് ഇത് പന്തളം കൊട്ടാരത്തിനകം കയറി കാണാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. പിന്നെ അവൻ്റെ അടുത്ത് അവിടെ തന്നെ ഒരു ക്ഷേത്രമുണ്ട്, ഇതിനോട് അനുബന്ധിച്ചുള്ള ക്ഷേത്രമുണ്ട്. പിന്നെ ഒരു തൂക്കുപാലം. ആ 3 സംഭവം തന്നെയാണ് അവിടെ എഴുതിയിട്ടുള്ള ഒരു തൂക്കുപാലമുണ്ട്. തൂക്കുപാലത്തിൽ നമ്മൾ കയറി അപ്പോഴാണ് നല്ല രീതിയിൽ മഴ പെയ്തത്. പിന്നെ ക്യാമറയൊക്കെ നനയും, അതുകൊണ്ട് ഞാനിങ്ങ് പോന്നു. ഈ സംഭവങ്ങളാണ് ഇവിടെ നമുക്ക് കാണാനുള്ളത്. ഒരു ക്ഷേത്രം, 70 മീറ്റർ നീളവും 2.5 മീറ്റർ വീതി. 2013 അത് പണിയെടുത്തത്. നല്ല വെള്ളമുണ്ടല്ലോ ഇവിടെ. നല്ല ഒഴുക്കുണ്ട്. ഇപ്പോൾ മഴ ഉള്ളത് കൊണ്ട്. അതിന്റെ അപ്പുറത്തൊരു ക്ഷേത്രമുണ്ട്, കൃഷ്ണ ക്ഷേത്രമാണെന്ന് തോന്നുന്നു. അപ്പൊ അതിന്റെ കടവാണ്. അത് കടന്ന് പോകാനുള്ള തൂക്കുപാലം ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി അങ്ങോട്ട് പോകണം. എവിടെയാണ്? ആറന്മുള കണ്ണാടി നിർമ്മിക്കുന്ന ഒരു സ്ഥലം. അവിടെ ആ സ്ഥലങ്ങളിൽ ഒരുപാട് ആറന്മുള കണ്ണാടികൾ ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട്. അതിൽ ഒരെണ്ണം നമ്മൾ കഴിഞ്ഞ ഒരു പത്തനംതിട്ട ട്രിപ്പ് വന്നപ്പോഴത്തേക്കും ആറന്മുള സൈഡിലുള്ള ഒരിടത്ത് പോയി നമ്മൾ ഇതുപോലെ നോക്കി. അപ്പോൾ അന്ന് ഞായറാഴ്ചയായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് അവിടെ പണിക്കാരില്ലാത്തതുകൊണ്ട് കിട്ടിയില്ല. ഇപ്പോൾ നമുക്ക് വേറൊരു ചേട്ടനാണ് കിട്ടിയത്. അവിടെ നിന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അത് അങ്ങോട്ട് പോയി. അപ്പോൾ വരും വഴിക്ക് ആറന്മുള കൊട്ടാരം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. മാപ്പിൽ സെർച്ച് ചെയ്തപ്പോഴും നമുക്ക് കാണാൻ പറ്റി ആറന്മുള കൊട്ടാരം. പക്ഷേ ഈ മെയിൻ ജംഗ്ഷനിൽ അല്ലെങ്കിൽ ആറന്മുള വന്നതിന് ശേഷം നമ്മൾ കേട്ട് നോക്കി, പലയിടത്തായിട്ട് പലരും പറയുന്നുണ്ട് അവിടെയുണ്ട് ഇവിടെയുണ്ട്. അങ്ങനെ പറയുന്ന വഴികളിൽ അത്രയും നമ്മൾ പോയി കൊട്ടാരം നോക്കി. അപ്പോൾ കൊട്ടാരം മോഡലുള്ള കുഞ്ഞു വീടുകൾ കാണാൻ പറ്റി. പക്ഷേ ഒന്നും കൊട്ടാരമായിട്ട് നമുക്ക് തോന്നില്ല. നമ്മളിവിടെ നാട്ടിലുള്ള കൊട്ടാരം പോലെ നമുക്ക് തോന്നില്ല. അങ്ങനെ നമ്മൾ അവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് ഇപ്പോൾ അതിലൊക്കെ ആൾക്കാർ താമസമുണ്ട്. കുഞ്ഞു വീടിൻ്റെ പേരും കൊട്ടാരം എന്നൊക്കെ ചേർത്ത് ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ നാട്ടിലുള്ള പോലത്തെ കയറി കാണാൻ കഴിയുന്ന ഒരു മ്യൂസിയം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കൊട്ടാരം ഇപ്പോൾ ഇവിടെ ഇല്ലെന്നാണ് കഴിഞ്ഞിട്ടുള്ളത്. ഓരോരുത്തർ പറയുന്നത് കേട്ട് ഓരോ വഴിക്ക് പോയി ലാസ്റ്റ് വണ്ടി തിരിക്കാൻ പറ്റാത്ത വഴികളിലൂടെ വരെ പോവേണ്ടി വന്നു കൊട്ടാരത്തെ അന്വേഷിച്ച്. അവസാനം നമുക്ക് മനസ്സിലായി ഇവർ നമ്മൾ ഉദ്ദേശിക്കുന്ന കൊട്ടാരമല്ല പറയുന്നത്. അങ്ങനെ ആ ശ്രമം ഉപേക്ഷിച്ചു. പിന്നെ നേരെ ആറന്മുള കണ്ണാടി ഉണ്ടാകുന്ന ഭാഗത്തേക്ക് പോയി. ഇപ്പോൾ നമ്മൾ ആറന്മുളയാണുള്ളത്. ആറന്മുള പാർത്ഥസാരഥി ടെമ്പിളിൻ്റെ അടുത്ത്. ഇവിടെ ഇഷ്ടം പോലെ ഈ ആറന്മുള കണ്ണാടിയുടെ മെയിൻ സെൻറ്ററാണ് ഇവിടെ. ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് മഞ്ജു മുരുകൻ ആറന്മുള കണ്ണാടി നിർമ്മിക്കുന്ന ഒരു ഷോപ്പിലാണ്. മഞ്ജു മുരുകൻ്റെ കട, ആറന്മുള കണ്ണാടി നിർമ്മാണ കുടുംബം. അപ്പോൾ ഈ ഒരു ഷോപ്പിലാണ് നിൽക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ നമ്മൾ വിളിച്ചിരുന്നു ചേട്ടനെ. നമ്മൾ മുന്നേ വന്നപ്പോൾ അപ്പുറത്തുള്ള ഒരാളായിട്ടാണ് നമ്മൾ കോൺടാക്ട് ചെയ്തത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കിട്ടിയത് ഈ ചേട്ടൻ്റെ നമ്പറാണ്. അപ്പോൾ എന്തായിരുന്നാലും ഇവിടെ പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട്, നിർമ്മിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കടയാണിത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചേട്ടൻ നമുക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അകത്തോട്ട് പോയിട്ട് അപ്പോൾ ഈ ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണത്തിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം, എൻ്റെ പേര് മുരുകൻ എന്നാണ്. ആറന്മുള കണ്ണാടി നിർമ്മാതാവാണ്. അപ്പോൾ ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, എങ്കിലും ഒന്നുകൂടി പറയാം. ഇത് ലോഹക്കൂട്ടിൽ നിർമ്മിക്കുന്നതാണ് ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത്, കുപ്പിച്ചില്ലല്ല. അപ്പം ഇതിന് 1 മുതൽ 10 ദിവസം വരെ എടുക്കും ഒരു കണ്ണാടി നിർമ്മിക്കാനായിട്ട്. അത് ഏറ്റവും ചെറിയ കണ്ണാടി എന്ന് പറഞ്ഞാൽ 1500 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക്. ഇതാണ് ആറന്മുള കണ്ണാടിയുടെ ലോഹക്കൂട്ട്. ഈ ഒരു രൂപത്തിൽ ആദ്യം ആകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആറന്മുള പുഞ്ചയിലെ മണ്ണെടുത്തുകൊണ്ട് വന്ന് അതിനെ അരച്ചെടുത്ത് എത്ര വലുപ്പത്തിലാണോ ആറന്മുള കണ്ണാടി വേണ്ടത് അതിൻ്റെ വലുപ്പത്തിൽ നമുക്ക് ഡിസ്കുകൾ 2 എണ്ണം ഉണ്ടാക്കണം. അതിനെ നമ്മൾ ഒരു തലം നല്ലപോലെ തേച്ചരച്ച് മിനുക്കിയെടുത്ത് അതിനെ കൂട്ടിക്കെട്ടി
നമ്മൾ കോവ പോലെ സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ 2 ഡിസ്കുകൾ കെട്ടി വെച്ചിരിക്കുകയാണ് ഇങ്ങനെ. ഇതിനകത്തിലേക്ക് ആറന്മുള കണ്ണാടിയുടെ കൂട്ട് നിറയ്ക്കും. നിറച്ച് ഇതിനെ മൂടി കെട്ടിട്ട് തിരിച്ച് വെച്ച് ഉരുക്കി കഴിഞ്ഞിട്ട് അതിനെ നേരെ തിരിക്കുന്നുണ്ടെങ്കിൽ ഈ 2 മൺ ഡിസ്കുകൾക്കുള്ളിലേക്ക് ഇത് വന്ന് നിറയും. അപ്പോൾ അത് ഉണങ്ങിക്കഴിഞ്ഞ് നല്ല ആറിക്കഴിഞ്ഞിട്ട് നമ്മളതിനെ പൊട്ടിച്ചെടുത്ത് പിന്നെ ഫ്രെയിമിനനുസരിച്ച് അതിനെ മുറിച്ചെടുത്ത് തടിയിൽ മെഴുകും ചേർത്ത് ഒട്ടിച്ച് അതിനെ തേച്ചൊരച്ച് മുഖം കാണുന്ന പരുവം വരെ നമ്മൾ തേച്ചരച്ച് മിനുക്കിയെടുക്കുന്നതാണ് ആറന്മുള. ഇത്രയും പറഞ്ഞെങ്കിൽ ഇത് ഏകദേശം 4-5 ദിവസം എടുക്കുന്ന ഇതാണ്. പിന്നെ ആറന്മുള കണ്ണാടിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് കുപ്പിച്ചില്ലി കണ്ണാടി അല്ലാന്ന് ഞാൻ പറഞ്ഞു, ലോഹ കണ്ണാടിയാണ്. ഇത് സാധാരണ മെർക്കുറി കോട്ടിംഗ് ഗ്ലാസ്സാണ്. ആറന്മുള കണ്ണാടി ഏറ്റവും പെട്ടെന്ന് തിരിച്ചറിയാനുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു കൊണ്ട് നമ്മൾ കണ്ണാടിയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് കാണും. ഒരു ഗ്യാപ്പുണ്ട്. ആറന്മുള കണ്ണാടിയിൽ ആ ഗ്യാപ്പ് കാണില്ല. ഇത് വെച്ച് പഴയ കണ്ണാടിയാണെങ്കിലും തൊട്ട് നോക്കുമ്പോൾ ഒരു ഗ്യാപ്പ് പോലും ഇല്ല. മനസ്സിലായി? മറ്റേ ആ ഗ്ലാസിന്റെ തിക്നെസ് അവിടെ കാണിക്കും. ഇത് ആറന്മുള കണ്ണാടി എന്ന് പറയുമ്പോൾ ഏറ്റവും മേളത്തെ പ്രതലം തന്നെയാണ് തേച്ചൊരച്ച് മിനിക്കുന്നത്. ആ ഡയറക്റ്റ് തന്നെയാണ്, നമ്മൾ യാതൊരു മറയുമില്ലാണ് നമ്മളെ കാണുന്നത്. പിന്നെ ഇതിന് ആറന്മുള കണ്ണാടിക്ക് GI സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. 2003 ലഭിച്ചിരിക്കുന്നത്. ജിയോഗ്രാഫിക്കൽ ഐഡൻറ്റിഫിക്കേഷൻ രജിസ്ട്രി എന്ന് പറയും. ഭൂപ്രദേശ സൂചിക എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അതിന് പേറ്റൻറ്റ് തുല്യമായിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതെന്ന് കേരളത്തിലെ തന്നെ ആദ്യത്തെ പ്രൊഡക്റ്റും ഇത് തന്നെയാണ്. പിന്നെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാൽ മാത്രമേ ആറന്മുള കണ്ണാടി ഉണ്ടാകത്തുള്ളൂ. പിന്നെ അതിനെ ഒരുപാടുണ്ട് ഇത് ചെയ്തെടുക്കുന്നത്. ഇത് വർക്ക് ചെയ്യുന്നത് ഒരാളാണോ ഫുള്ള് തീർന്നത്? അല്ലല്ല, ഒരാളല്ല. മെയിനായിട്ട് ഇപ്പം ഞാനാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളും ഒക്കെ. അതനുസരിച്ച് ബാക്കിയുള്ളവർ ഇതിപ്പോ ഓരോരുത്തർക്കും ഓരോ ജോലിയാണോ? ഓരോരുത്തർക്കും ഓരോ ജോലിയാണ്. ഇത് പൊട്ടിയതാണത്, തറ വീണ പൊട്ടുന്നതാണ്. വെങ്കലം എന്ന് പറയുന്ന അലോഹം, അതായത് വെളുത്തിയും ചെമ്പുമാണ് ആറന്മുള കണ്ണാടി കൂട്ടെന്നുള്ളത്. വെങ്കലം തന്നെയാണ്. അതിൻ്റെ ഒരു രഹസ്യമായിട്ടൊരു കൂട്ട് നമുക്ക് ഉണ്ട്. നമ്മുടെ ഫാമിലിയിൽ തന്നെ നിൽക്കുന്നതാണ്. അത് വെളിയിലോട്ട് ഞങ്ങൾ ആരോടും പറഞ്ഞു കൊടുക്കാനല്ല. കാണാം, നിങ്ങൾക്ക് വന്ന് എടുക്കുന്നത് എല്ലാം കാണാം. പക്ഷെ അത് അങ്ങനെ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ആരും ഇതിനായിട്ട് വരുത്തില്ല. കാരണം അതുപോലെ ബുദ്ധിമുട്ടുള്ള ഒരു പണിയും കൂടിയാണ്. ചെളി, മണ്ണ്, ചാണകം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അരച്ചെടുത്തിട്ട് ദിവസങ്ങളോളം നോക്കിയിരുന്ന് ആലയിൽ ഉണക്കി എടുത്ത് ഉരുക്കി വരുമ്പോൾ ഈ പറയുന്ന പ്രക്രിയയൊക്കെ അതിനകത്തിലുണ്ട്. അത്രയും ബുദ്ധിമുട്ട് ഒരു മനുഷ്യരിക്കുമെന്ന് തോന്നുന്നില്ല. ചേട്ടാ ഫാമിലി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള എല്ലാവരും ആറന്മുള മല്ലപ്പശ്ശേരി പഞ്ചായത്തിലുള്ള ഇവിടുത്തെ ഒരു വിശ്വബ്രാഹ്മണ സമൂഹത്തിൽപ്പെട്ട എല്ലാ ആൾക്കാർക്കും ഇത് ചെയ്യാനുള്ള അവകാശം. പുറത്തൊരിടത്തും ചെയ്തിട്ട് അറിവില്ല. ഇല്ല. ആറന്മുള കണ്ണാടി ഇവിടെ ചെയ്താലേ ആറന്മുള കണ്ണാടി ആവുള്ളൂ. ആകെ ചെയ്തത് ഞാൻ മാത്രമാണ്. ഇതിനെ സംരക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ആറന്മുള തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഞാനിത് കണ്ണാടി ഉണ്ടാക്കി ചെറിയതായിട്ട് സമരം ചെയ്തത്. അല്ല, ആകെ ഞാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ മാത്രമേ ആറന്മുളക്ക് വെളിയിൽ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അത് ഒന്ന് ചെയ്ത് ആറന്മുള കണ്ണാടി എന്ന് പറഞ്ഞോണ്ടല്ല അവിടെ ചെയ്തത്. ഞാൻ പത്മനാഭം എന്നും പറഞ്ഞുകൊണ്ടാണ് അവിടെ ചെയ്തത്. അപ്പൊ ഈ ബാക്കി പരിസരത്ത് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഇതേ മെത്തേഡ് നമ്മളെ ഒരു സംരക്ഷണം ഇതിലേക്ക് വരണം. അത് ശ്രദ്ധ വരണം. അതും നമ്മൾക്ക് ഗവൺമെന്റ് നല്ലപോലെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ സംരക്ഷണം പറഞ്ഞത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി. അതെ. അപ്പൊ ഇനി വരുന്ന തലമുറ ഇത് പഠിക്കുന്നുണ്ട്. പഠിക്കുന്നുണ്ട്. അവരും പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടേ പറ്റത്തുള്ളൂ. ഞങ്ങളെ പോലെ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് അങ്ങനെയുള്ള ഇഷ്ടംപോലെ പണിയുള്ളപ്പോൾ ആലയിൽ കയറി ഇരുന്ന് പഠിച്ചു. ഇപ്പോൾ വിദ്യാഭ്യാസം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചൂടെ ഒന്ന് ലോകത്തിൽ എല്ലായിടത്തും എത്തിക്കാനും. അല്ല, ഇപ്പം മലയാളം മാത്രമല്ല നമുക്കറിയാം. മലയാളം, തമിഴ് അല്ല അങ്ങനെയായിരുന്നു. ഇനി ഇംഗ്ലീഷ് അങ്ങനെയുള്ളതൊക്കെ പഠിക്കുമ്പോൾ ഒരു എല്ലാവരുമായിട്ട് ഇടപെടാനും നേരിട്ട് ജനങ്ങൾക്ക് നമ്മുടെ ഇടയിൽ നിന്ന് മേടിക്കാനും പറ്റും പല ഭാഗത്തും. ഇത് നമ്മളിവിടെ ആറന്മുളം തുടങ്ങിയിട്ട് പലയിടത്തും ഫേമസ് ആണ്. ഇവിടെ നിന്ന് എവിടെയൊക്കെ കയറ്റി വിടുന്നുണ്ട്? എല്ലാ രാജ്യങ്ങളും. എങ്ങനെയാണ് ഇവിടുന്ന് ഓർഡർ എടുത്ത് ഡയറക്റ്റ് വരുന്നതുകൊണ്ട്? അല്ലാതെ മലയാളി അസോസിയേഷൻ പല രാജ്യങ്ങളുണ്ടല്ലോ, അവിടെ നിന്ന് വരുന്നുണ്ട്. ഇപ്പൊ അമേരിക്കയിലൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ ദുബായ്, അതിൽ ഒരുപാട് രാജ്യങ്ങൾ അയച്ചു കൊടുക്കും. അല്ലെങ്കിൽ ചിലവർ കൊണ്ടുപോകും. ആദ്യം ആറന്മുള കണ്ണാടിയെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് ആറന്മുള ക്ഷേത്രം നിർമ്മിക്കാനായിട്ട് തമിഴ്നാട്ടിലെ ശങ്കരൻകോവിലിൽ നിന്നും ഞങ്ങൾ ശില്പികളായിട്ടുള്ള ശില്പി കുടുംബങ്ങൾ, വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട ശില്പി കുടുംബങ്ങളെ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവരികയും ക്ഷേത്രം നിർമ്മിക്കുകയും നിർമ്മിച്ചു കഴിഞ്ഞ് തിരിച്ചു പോകാൻ നേരത്തെ രാജാവിൻ്റെ കിരീടം സമർപ്പിച്ചായിരുന്നു. അപ്പോൾ കിരീടത്തിൻ്റെ സെൻറ്ററിൽ ഈ ആറന്മുള കണ്ണാടിയുടെ ലോഹക്കൂട്ടായിരുന്നു. അത് കണ്ട് രാജാവ് അത്ഭുതപ്പെട്ടു. അങ്ങനെ അതിൽ പറഞ്ഞ് നിങ്ങളിവിടെ നിൽക്ക്, ഞങ്ങളാരും പോകണ്ട, അടുത്ത ക്ഷേത്രങ്ങളിലൂടെ അടുത്ത് നിർമ്മിക്കാനൊക്കെ ഉണ്ടാവും. അങ്ങനെ കുറേ പേര് കുറേ ഞങ്ങളുടെ ഫാമിലീസ് ഇവിടെ നിൽക്കുകയും കുറേ പേര് അടുത്ത ക്ഷേത്രങ്ങൾ നിർമ്മിക്കാനുണ്ട്. അങ്ങനെയാണ് ഞങ്ങളുടെ സമുദായം എല്ലാ വോട്ട്. അത് മാത്രമല്ല, ആറന്മുള കണ്ണാടി എന്ന് പറയുന്ന ഒരു ജോലി അല്ലായിരുന്നു.
ഈ ഊട്ടുപാത്രങ്ങളെ, കിണ്ണികളെ, വിഗ്രഹങ്ങളെ, അമ്പലം പണി, പിത്തളപ്പണി, സ്വർണ്ണപ്പണി, വെള്ളിപ്പണി, അങ്ങനെയുള്ള എല്ലാവിധ മേഖലയിൽപ്പെടുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ അതിന് ഒരു കുടുംബം ഇവിടെ വന്ന ആറന്മുളയിൽ വന്ന കുടുംബങ്ങൾക്ക് ആണ് ഇതിൻ്റെ അവകാശമുള്ളത്. ഏറ്റവും ചെറുത് 1500 രൂപ മുതൽ 2000 വരെയാണ്. അത് ഈയത്തിൻ്റെയും ചെമ്പിൻ്റെയും വില അനുസരിച്ചാണ്. ഒരു 1750 മുതൽ 2000 വരെയാണ് ഏറ്റവും ചെറിയ കണ്ണാടിയുടെ വില. അപ്പോൾ ഹൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വരും, ലക്ഷങ്ങൾ മേളിൽ വരും. സൈസ് അങ്ങനെ അത് 12 ഇഞ്ച് വരുമ്പോ ഏകദേശം ഒരു 25 ലക്ഷം രൂപ മേളിൽ വരും. പിന്നെ ഒരു കാര്യം, ഇത് തമാശ മറ്റേ ഇതുപോലെ പൊട്ടുന്നില്ല, അതിന് ഗ്യാരണ്ടി അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? താഴെ വീണ് പൊട്ടുന്നതാണ്, എങ്കിലും വെറുതെ ഒന്നും വീണാൽ അങ്ങനൊന്നും പൊട്ടത്തില്ല. അതിനാണ് ഈ നല്ല കട്ടിയേറിയ ഫ്രെയിമുകൾ നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഡയറക്റ്റ് പൊട്ടണമെന്ന് വിളിച്ച് അടിച്ചാൽ മാത്രമേ പൊട്ടൂ. അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പം ഒന്നും പറയാനൊക്കത്തില്ല, ചിലപ്പോൾ ഒരു കല്ല് ഉടക്കണം അതേ ചെന്ന് വീണാലും പൊട്ടാം അതിന്. പക്ഷെ ഇത് നമുക്ക് എത്ര വർഷം കഴിഞ്ഞാണെങ്കിലും ഇത് ലൈഫ് ലോങ് ഗ്യാരണ്ടി ഉള്ളതാണ്. പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പൈസയാവും. ഇനി മംഗലം എടുക്കലുണ്ടെങ്കിൽ 1 രൂപ പോലും നിങ്ങൾക്ക് വരണ്ടായില്ല, ഫ്രീ ആയിട്ട് നമ്മൾ റീപോളിഷ് ചെയ്ത് റീകാസ്റ്റ് ചെയ്ത് അതിൻ്റെ പൈസയാവും. ആറന്മുള കണ്ണാടി ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടു. നമ്മൾ ആ പന്തളം കൊട്ടാരത്തിൽ ഇറങ്ങിക്കൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഡിസൈൻ ചെയ്യുന്നതും ബാക്കിയുള്ള കുറച്ചുകൂടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയേനെ. അപ്പോൾ ഇപ്പോൾ പണി കഴിഞ്ഞ ആൾക്കാർ പോയി, എന്നാലും അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. മുരുകൻ ചിഞ്ചു എന്ന് പറയുന്ന ഒരു കടയിലാണ് നമ്മൾ വന്നത്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം ചേട്ടൻ നമുക്ക് വേണ്ടിയിട്ട് വിശദീകരിച്ച് തന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കത് അതിനെപ്പറ്റി ചെറിയൊരു ഐഡിയ കിട്ടും. അപ്പോൾ അതിൻ്റെ വിലയും കേട്ട് കാണും. 1500 2000 രൂപ മുതൽ തുടങ്ങി എത്ര ലക്ഷം? 25 ലക്ഷം വരെ ഉള്ള കണ്ണാടികൾ ഇവിടെ ഉണ്ട്, വിൽക്കുന്നുണ്ട്. അതിന്റെ ഫ്രെയിം ഉണ്ടല്ലോ, അതിന്റെ കണ്ണാടി കൊണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ അതുപോലെ ഇത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു അമ്പലമാണിത്, പാർത്ഥസാരഥി ക്ഷേത്രം അല്ലേ ആണല്ലോ. അപ്പൊ വിഗ്രഹമുള്ള ക്ഷേത്രം. പിന്നെ ഈ ആറന്മുള 2 സൈഡിലും ഈ കണ്ണാടിയുടെ മെയിൻ സെന്റർ ആണ് ഇവിടെ. ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ ചെയ്യുന്നുണ്ട്, വിൽക്കുന്ന ഒരുപാട് കടകളുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും അതിനെപ്പറ്റി ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് ഇത്ര ഡീറ്റെയിൽസ് നമുക്ക് നമ്മുടെ ചാനലിലൂടെ കാണിക്കാൻ കഴിഞ്ഞതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഇവിടെ അടുത്ത് തന്നെ ഒരു പള്ളിയോടം റോഡിനോട് ചേർന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വള്ളം കളിക്ക് വേണ്ടിയിട്ട് ഇറക്കുന്ന പള്ളിയോടം കാണാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങോട്ട് പോവുകയാണ്. പിന്നെ നമ്മളിവിടെ ആറന്മുള കൊട്ടാരം തിരക്കിയാണ് ഇവിടെ കുറച്ച് നേരം നമുക്ക് ഇറങ്ങേണ്ടി വന്നത്. പക്ഷെ നമ്മളവിടെ കൊട്ടാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കൊട്ടാരം തന്നെയാണ്. ഇത് വലിയ കൊട്ടാരം തന്നെയായിരുന്നു. പക്ഷെ ഇവിടെ കൊട്ടാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുപേരൊക്കെ കൊട്ടാരം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുണ്ട്. അപ്പോൾ കൊട്ടാരങ്ങൾ ആൾക്കാർ ഇപ്പോഴും താമസിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആറന്മുള കൊട്ടാരം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൊട്ടാരങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അത് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഇനി അടുത്തൊരു ചെറിയൊരു പള്ളിയോടെ ഇവിടെ ഉണ്ടെന്ന് പറയുന്നു. അത് നോക്കിയാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി നേരെ റൂമിലോട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, നമ്മൾ പള്ളിയോടത്തിനടുത്ത് എത്തി എന്നാണ് വിശ്വസിക്കുന്നത്. ഒരു ക്ഷേത്രമുണ്ട്, ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒതുക്കി നിർത്തിയാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു നീളത്തിനൊരു ഓടിട്ട കെട്ടിടം കാണാൻ പറ്റും. നമുക്ക് ഇറങ്ങിയതിന് ശേഷം കാണാം. നമുക്ക് വണ്ടി ഇവിടെ നിന്ന് ഒതുക്കിയതിന് ശേഷം നമുക്ക് അങ്ങോട്ട് ഇറങ്ങി നോക്കാം. പണി നടക്കുകയാണ്. ഇപ്പോൾ വള്ളം കളിക്ക് ഇറക്കുന്ന വള്ളമാണ് പള്ളിയോടാണ്. അത് ഇത്രയും നീളമുണ്ട്. ഇതിന് വേണ്ടി തന്നെ ഈ പെര എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇത് പണി ചെയ്യാൻ വേണ്ടിയിട്ട് ഓല വെച്ച് ഇങ്ങോട്ട് ഇറക്കിയതാണ്. അപ്പോൾ ഇത്രയും നീളം ഉള്ള നമ്മൾ തീരെ കാണുന്ന വള്ളം കളിക്ക് ഉപയോഗിക്കുന്ന വള്ളം. അല്ല, നിങ്ങളിത് ക്ലബ്ബാണ് അങ്ങനെ എന്താണ്? ക്ലബ്ബ് പൈസ അല്ല ചേട്ടാ, കരയാണ്. പണ്ട് തൊട്ടുള്ള ആ രീതിയിലാണ്. മുണ്ടും തോർത്തും ആ ഒരു രീതിയിൽ കരക്കാർ മാത്രം തുഴയുന്ന കളിക്കുന്നു. നിങ്ങളെ കരയിൽ എത്ര വള്ളമാണ്? ഇപ്പം ക്ലബ്ബിൽ തന്നെ ഇത്ര കുടുംബങ്ങളാണ് മെമ്പർഷിപ്പ് എടുത്ത്, ഇത്ര കുടുംബങ്ങൾ. അതിൽ ആണുങ്ങളെല്ലാവരും വന്ന് തുഴയും. ഇതിൽ എത്ര പേരുണ്ടാവും? ഇതിൽ മത്സരത്തിനാണെങ്കിൽ ഒരു 10-75 പേര്, 10-75 അല്ലെങ്കിൽ അതിന് മേലിൽ. നിങ്ങളെ ഈ അറിയാൻ വേണ്ടി ചോദിക്കണേ,
ഇതിന് മുന്നുള്ള പ്രാക്ടീസൊക്കെ എങ്ങനെയാണ് വള്ളം കളിക്കുന്നതിന്? പ്രാക്ടീസായിട്ട് ഇല്ല. ഇപ്പം വള്ളംകളി എന്ന് വെച്ചാൽ വള്ളസദ്യ എന്ന് വെച്ച ഒരു സീസൺ എന്ന് വെച്ചാൽ 3 മാസം. അതിൽ ലാസ്റ്റ് വരുന്നതാണ് ഉത്രട്ടാതി, അഷ്ടമിരോണി, അങ്ങനെ ഓരോ ഭഗവാൻ അമ്പലമായിട്ട് ബേസ്. ഈ ഉത്രട്ടാതി എന്ന് പറയുന്ന അമ്പലത്തിൻ്റെ വാർഷികം, അമ്പലം ഉണ്ടായ ഒരു ഡേറ്റ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഉത്രട്ടാതി. അങ്ങനെ ഭഗവാന് പ്രീതിയായിട്ട് നടത്തുന്ന ഒരു സംഭവമാണ് ഉത്രട്ടാതി വള്ളംകളി. പിന്നാണ് വള്ളംകളി ഉണ്ടായത്. ആദ്യമേ ജലഘോഷയാത്രയൊക്കെ തുടങ്ങിയിട്ട് പിന്നെ വള്ളംകളിയായി. എങ്ങനെ പോയാലും കരക്കാർ മാത്രം. അതേ ഉള്ളൂ. ഈ കോവിലിന് ബേസ് ചെയ്ത 52 ചെറുകര അല്ലേ? ഇവിടുത്തെ ഡേറ്റ് എങ്ങനെയാണ്? ചെന്നിത്തല തൊട്ട് 3 കിലോമീറ്റർ മേളി വരെ ഉണ്ട്. ഇതിന്റെ ഇവിടുത്തെ വരുന്ന ഡേറ്റ് എങ്ങനെയാണ്? ഇവിടെ സെപ്റ്റംബർ 18-നാണ്. 18. അപ്പോൾ റാന്നിയിലോട്ട് പോവുകയാണ്. നമുക്ക് ഇന്ന് ബുക്ക് ചെയ്ത് 15 കിലോമീറ്ററാണ് ഉള്ളത്. 15 കിലോമീറ്ററാണ് ഉള്ളത്. നമ്മൾ അവിടെയാണ് ഇന്ന് റൂം എടുത്തിട്ടുള്ള, PWDയുടെ റൂം എടുത്തിട്ടുള്ള. അങ്ങോട്ടാണ് പോകുന്നത്. മഴ ഇപ്പോൾ മഴയില്ല, പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്, എവിടെ എത്തി, കുടുംബമായിട്ട് പോയിട്ട് എവിടെ എത്തി, എന്താണ് സംഭവം, ഒന്നും അറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോസ് എപ്പിസോഡുകൾ വരുന്നത് 7 മണിക്കാണ്. നമ്മുടെ എപ്പിസോഡുകൾ വരുന്നത് മുടങ്ങാതെ നമ്മുടെ എപ്പിസോഡുകൾ വരും. അപ്പോൾ മുടങ്ങാതെ കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ആദി ബിൽഡേഴ്സാണ്. വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ഈ കെട്ടിട നിർമ്മാണം, വീട് അല്ലെങ്കിൽ അതുപോലുള്ള കെട്ടിട നിർമ്മാണം വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു ജോലിയാണ് ഈ ആദി ബിൽഡേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം. വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യുന്ന വർക്കാണ്. അവർ ചെയ്ത വീടുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ അയച്ചു തരും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇതിൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഉറപ്പായിട്ടും എൻ്റെ നമ്പർ വച്ചേക്കും. ആദി ബിൽഡേഴ്സാണ് നമ്മുടെ ഇന്നത്തെ ദിവസം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഈ ഓൾ കേരള ട്രിപ്പിൽ നിങ്ങൾക്ക് ഒരു ഭാഗമാവാൻ പറ്റും. അതുപോലെ നമുക്കൊരു ചെറിയൊരു സപ്പോർട്ടും ആവാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഇതുണ്ട്. നമ്മൾ യൂട്യൂബിൽ ലൈവ് ആയിരിക്കും. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നിങ്ങൾക്ക് നമ്മളെ ഇതേ പേരിൽ തന്നെ ട്രാവൽ ഡയറി എന്നുള്ള പേരിൽ തന്നെ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ മറക്കണ്ട, ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മളെ ഒന്ന് ഈ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 1 പേരെങ്കിലും കാണും, അല്ലെങ്കിൽ 2-3 പേരെങ്കിലും കാണും. ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ റൂമിലേക്കാണ്. ഇനി വേറെ സ്ഥലങ്ങളൊന്നുമില്ല. ഇപ്പോൾ സമയം 6:30 ആവാൻ പോകുന്നുണ്ട്. അപ്പോൾ നാളത്തേക്കുള്ള എന്തെങ്കിലും വാങ്ങണമെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ അല്ലെങ്കിൽ അടുത്ത ജംഗ്ഷൻ ഇറങ്ങും. ഇപ്പോൾ കോഴഞ്ചേരി ജംഗ്ഷനിൽ വഴിയാണ് നമ്മൾ പോകുന്നത്. കോഴഞ്ചേരി വഴി നമ്മൾ റാന്നി, ഇപ്പോഴും തെറ്റി, റാന്നിയിലേക്കാണ് നമ്മൾ പോകുന്നത്. റാന്നിയിൽ പോയിട്ട് നമുക്ക് റൂം അവിടെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടെ സ്റ്റേ ചെയ്യാനുള്ള തീരുമാനമാണ്. ഇനി നാളെ ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ന് രാത്രിയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്. അതൊക്കെ ഉള്ളൂ. നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ നമ്മുടെ ഈ യാത്രയിൽ ഉടനീളം നമ്മുടെ നാട്ടുകാരുടെ, കൂട്ടുകാരുടെ, ബന്ധുക്കളുടെ എല്ലാവരുടെ സപ്പോർട്ടുണ്ട്. നമ്മൾ വിചാരിച്ചതിനേക്കാളും നിങ്ങളെല്ലാവരും നമ്മളെ കെയർ ചെയ്യുന്നുണ്ട്. അത് 2-3 ദിവസം കൊണ്ട് നമുക്ക് നന്നായിട്ട് മനസ്സിലായി. കാരണം നാട്ടിൽ നല്ല മഴയാണിപ്പോൾ, തിരുവനന്തപുരത്ത് മഴയാണ്. അപ്പോൾ അവിടെ മഴ പെയ്യുന്നത് കൊണ്ട് അവർക്കൊരു സമാധാനമില്ല. നമ്മളെ വാട്സാപ്പിലായിരുന്നാലും കോളിങ്ങിലായിരുന്നാലും നമ്മളെ 4 പേരെ ഫോണിലും അവിടെ നിന്നുള്ള ആൾക്കാർ വിളിക്കുന്നുണ്ട്. നിങ്ങൾ എവിടെയാണ്, സേഫാണോ, കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അതിൽ വളരെ സന്തോഷം. അതിനോടനുബന്ധിച്ച് തന്നെ ഇന്ന് ഉണ്ടായ ഒരു അനുഭവം, രാവിലെ അക്കൗണ്ടിലേക്ക് ഒരു 250 രൂപ ക്രെഡിറ്റ് ചെയ്തു. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഒരച്ഛനാണ്. നമ്മൾ ആരുടെ അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു. എന്തായിരുന്നാലും അച്ഛൻ ഒരു ചായക്കുള്ള പൈസ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു 250 രൂപ അയച്ചു തന്നു. വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. നമ്മൾ വേറെ ആരോടും ചോദിച്ചില്ല. നമ്മൾ സ്പോൺസറിങ് മാത്രമേ ആൾക്കാരോട് ചോദിച്ചുള്ളൂ. കാരണം നമ്മൾ ഇത്രയും ഒരു യാത്ര നമ്മൾ ചിലവ് ചെയ്ത് പോകുമ്പോൾ അത് നമുക്ക് യൂട്യൂബിലിടുന്നതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യൂട്യൂബിലിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊക്കെ പറയുന്നത് എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെയാണ്. നമ്മളത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ ചാനൽ വളരണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മൾ സ്പോൺസറിങ് ചോദിക്കുന്നത്. ഈ ഒരു യാത്രയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ 10 പേര് അതും അറിയട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ സ്പോൺസറിങ് കുറേ നാൾ ചോദിച്ചു. അപ്പോൾ കുറച്ച് പേരൊക്കെ നമുക്ക് അതിനോട് തന്നിട്ടുണ്ട്. അതൊന്നും അല്ലാതെ നമ്മൾ ചോദിക്കുക പറയുക ഒന്നും ചെയ്യാതെ
ഡയറക്റ്റായിട്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് ഗൂഗിൾ പേ ചെയ്ത് അയച്ചു ചെയ്ത് വളരെ സന്തോഷം. ഇതിൽ പറഞ്ഞില്ലെങ്കിൽ അതൊരു നന്ദികേടായി തീരും എന്നുള്ളത് കൊണ്ടാണ് ഇതിൽ പറയുന്നത്. വളരെ സന്തോഷമുണ്ട്. അച്ഛനോടുള്ള നന്ദി ഈ വീഡിയോയിൽ കൂടി തന്നെ അറിയിക്കുകയാണ്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇനി നമുക്ക് പോകാനുള്ളത് 12 കിലോമീറ്റർ. 12 കിലോമീറ്ററിന് ഇടയ്ക്ക് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇറങ്ങില്ലെങ്കിൽ നമ്മൾ റൂമിൽ പോയതിന് ശേഷം കാണാം. നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട്. റൂമിൽ വരുന്നത് വരെയുള്ള കാഴ്ചകളുണ്ടായിരുന്നു. വന്നതിന് ശേഷം ഇതിനിടയ്ക്ക് നമ്മൾ ഇറങ്ങി ഇന്നത്തേക്ക് ആവശ്യമല്ല നാളത്തേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, പയറും അതുപോലെ തന്നെ ദോശയ്ക്ക് മാവും അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു. അതെല്ലാം കൂടെ കാണിക്കേണ്ട, ബോറിംഗ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് അതൊന്നും കാണിക്കാത്തത്. പിന്നെ നമ്മൾ റൂമിൽ വന്നതിന് ശേഷം നമുക്ക് റാന്നിയിലാണ് നമുക്ക് റൂമിൽ വന്നതിന് ശേഷം നമ്മൾ ആഹാരമൊക്കെ കഴിച്ചു. ഇന്ന് റൂം കിട്ടാൻ നല്ല പാടുപെട്ടു. എന്നാലും നമ്മുടെ ഈ ഓൾ കേരള ട്രിപ്പിൻ്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് റൂം കിട്ടി. പിന്നെ വന്നതിന് ശേഷം നമ്മൾ ചായ കുടിച്ചു. ഇന്ന് കുറച്ച് നേരത്തെയാണ് നമ്മൾ ഇന്ന് റൂമിലെത്തിയത്. ചായ കുടിച്ചു. അതിന് ശേഷം നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ചോറൊക്കെ കഴിച്ചു. ചോറ് കഴിച്ചതിന് ശേഷം നമ്മൾ 2 റൂമാണ്. പപ്പ മോളിൽ, ഞാൻ രാഹിയും കൊച്ചു ഇവിടെയാണ്. നമ്മൾ ഇന്നത്തേക്ക് നിർത്താൻ പോവുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോയത് രാവിലെ 2 വെള്ളച്ചാട്ടങ്ങളും അതിനുശേഷം നമ്മുടെ ശങ്കർ എന്ന് പറയുന്ന മണ്ണടിയിലുള്ള ശങ്കർ എന്ന് പറയുന്ന ചിത്രകാരനെ പരിചയപ്പെടാൻ പോയി. പിന്നെ തിരിച്ചു വന്നപ്പോൾ നമ്മൾ പന്തളം കൊട്ടാരത്തിൽ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആറന്മുള കണ്ണാടി ഉണ്ടാക്കുന്ന ആ സ്ഥലത്ത് പോയി. അതിനുശേഷം പള്ളിയോടം കാണാൻ വേണ്ടി, വള്ളംകളിയുടെ പള്ളിയോടം കാണാൻ വേണ്ടി പോയി. പിന്നെ കൊട്ടാരത്തിനെ തപ്പി കുറേ കറങ്ങി. അതിനുശേഷം നമ്മൾ നേരെ റൂമിലോട്ടാണ് വന്നത്. അപ്പോൾ എന്തായിരുന്നാലും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് പറയുകയാണ്. നിങ്ങൾ പറ്റുകയാണെങ്കിൽ സ്റ്റാറ്റസൊക്കെ ആയിട്ട് ഒന്ന് അപ്ലോഡ് ചെയ്യുക. മാക്സിമം ഈ സംരംഭത്തെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നാളെ ഇനി പോകാനുള്ള റൂട്ട് സെറ്റ് ചെയ്യണം, നമ്മളെ റൂം ബുക്ക് ചെയ്യണം, അതുപോലെ തന്നെ എപ്പിസോഡ് എഡിറ്റ് ചെയ്യണം. ഇത്തരം കാര്യങ്ങളാണ് ഇന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കഴിയണം, അതിൻ്റെ പേയാണ്. അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം. നമ്മുടെ വീഡിയോകൾ 7 മണിക്കാണ് വരുന്നത്. ഓക്കെ, ബൈ.